നമസ്കാരം. അയൽരാജ്യമായ ബംഗ്ലാദേശുമായി ഇന്ത്യ പുലർത്തിയിരുന്ന ദശകങ്ങൾ നീണ്ട സൗഹൃദം മുമ്പെങ്ങുമില്ലാത്ത വിധം തകർച്ചയിലേക്ക്. ബംഗ്ലാദേശിലെ യുവനേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിസ സേവനങ്ങളെയും ബാധിച്ചിരുന്നു. ഇന്ത്യക്ക് പിന്നാലെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും ഇത്തരത്തിൽ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാ സൗകര്യങ്ങൾ പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് രംഗത്ത് വന്നു. ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിൽ ഇന്ത്യ കൈകടത്തിയാൽ വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ കമ്രാൻ സയ്യിദ് ഉസ്മാനി ഭീഷണി മുഴക്കിയത്. ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്ക് മടിക്കില്ലെന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിനെ ദുഷ്ടലാക്കോടെ നോക്കാനും അവരുടെ പരമാധികാരത്തെ ആക്രമിക്കാനും ഇന്ത്യ ഒരുമ്പെടുമ്പോൾ പാക് മിസൈലുകൾ അധികം ദൂരെയല്ലാതെയുണ്ടെന്ന് ഓർമ്മയുണ്ടാകണം. ഇതായിരുന്നു സയ്യിദ് ഉസ്മാനിയുടെ ഭീഷണി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവാണ് സയ്യിദ് ഉസ്മാനി. ഇന്ത്യയുടെ തന്ത്രങ്ങൾക്കെതിരെ മുസ്ലിം യുവാക്കൾ കൂടുതൽ ജാഗരൂകരായിരിക്കണമെന്നും പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും ഉസ്മാനി ആരോപിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനുള്ള വെള്ളം നിർത്തലാക്കിയോ, രാജ്യദ്രോഹത്തിനോ, അധികാരത്തിലുള്ളവരെ പുറത്താക്കാനായി ജനങ്ങളെ ഇളക്കിവിട്ടോ, അതുമല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി തമ്മിലടിച്ചോ ഇന്ത്യ എത്തുമെന്നും ഉസ്മാനി വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ അഖണ്ഡ ഭാരത ആശയം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കില്ലെന്നും ഏതു വിധേനയും അതിനെ പാക് പട്ടാളവും ജനങ്ങളും എതിർക്കുമെന്നും ഉസ്മാനി അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കണമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ആവർത്തിച്ചു പറഞ്ഞു. വ്യാപാര വാണിജ്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കണമെന്നാണ് യൂനുസിന്റെ ആവശ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയവും ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും കൂട്ടണമെന്നും അധികാരമേറ്റതു മുതൽ യൂനുസ് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായതോടെ അനുരഞ്ജന ശ്രമവുമായി എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന് ഉദ്ദേശമില്ലെന്നും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധയെന്നും ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കടന്നുപോയത്. ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇടക്കാല സർക്കാർ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും 50,000 മെട്രിക് ടൺ അരി ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചതായും സാലിഹുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ ഇന്നലെ രണ്ടാം വട്ടവും വിളിച്ചു വരുത്തിയിരുന്നു. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി തങ്ങളുടെ നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി. ജൻസി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്നയാളെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം കൊല ചെയ്തിരുന്നു.